അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കുക. അസുഖമായി കിടക്കുമ്പോൾ കിഡ്നിയൊക്കെ ഫെയിലിയറായ ആളുകളോട് പറയും, വെള്ളം കുടിക്കുമ്പോൾ അളന്ന് കുടിക്കണം. അതായത് ഒരു ദിവസത്തേക്ക് ഡോക്ടർ വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. യാതൊരു നിയന്ത്രണമില്ലാതെ വെള്ളം കുടിച്ചവനോട് ഇത്ര ഇനി കുടിക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയും. എന്നിട്ട് അയാൾ ചായയായി കുടിക്കുമ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുമ്പോഴൊക്കെ ആ അളവ് മാത്രം പാലിച്ച് മുഴുവനാക്കുക. അവസ്ഥ എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അതാണ് ഏറ്റവും വലുത് സുഹൃത്തുക്കൾ. അത് ഈ തിന്നാതെയും കുടിക്കാതെയും നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ആലോചിക്കും, പടച്ചോനെ എന്തൊരു സമൃദ്ധമായ ജീവിതം, എന്തൊരു സൗകര്യമുള്ള ജീവിതം. അള്ളാഹു നമ്മൾ അറിയാതെ നന്ദി പറയും. മാത്രമല്ല പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ സുഹൃത്തുക്കൾ. പട്ടിണി കിടക്കുന്നവരുണ്ട് നാട്ടിൽ, ഇല്ലയെന്ന് പറയരുത്. നമ്മൾ നമ്മുടെ അതേ നിലവാരമുള്ളവരിലേക്കാണ് എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് അത്തരം കുടിലുകൾ നമ്മൾ കാണുന്നില്ല, അത്തരം പട്ടിണി പാവങ്ങളെ നമ്മൾ കാണില്ല. നിങ്ങളൊരു ചെറിയ ഷോപ്പിൽ മസാലകൾ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിങ്ങൾ ചെന്ന് നോക്കും. നിങ്ങൾ വാങ്ങുമ്പോൾ എത്രയും അളവ് കുറച്ച് വാങ്ങുകയും അവസാനം കണക്ക് കൂട്ടുമ്പോൾ പണം തികയാതെ വരുമ്പോൾ അത് വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? കടകളിൽ പൈസ തികയില്ല, അതുകൊണ്ട് അതാണ് ഒഴിവാക്കിക്കളി എന്ന് കടക്കാരോട് പറയുന്നവരില്ലേ? അതെന്തുകൊണ്ടാണ്? നിത്യവസ്തുക്കൾ വാങ്ങാൻ വകയില്ലാത്തവരുണ്ട്, അവർ ഓർക്കണം എന്നാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രന്മാരെ കൂട്ടത്തിൽ ഒരുപക്ഷെ എണ്ണപ്പെടാവുന്ന ദാരിദ്ര്യം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. എന്നാൽ മദീനയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതെങ്ങനെയാകും? മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രൻ, മദീനയിലെ ഏറ്റവും വലിയ അജ്വദ് എങ്ങനെയാകും? അത് ഉള്ളതിൽ നിന്ന് കൊടുത്താണ്. ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ശീലം വരുത്താൻ റമദാൻ കൊണ്ട് പറ്റണം. കൈ നീട്ടി വരുന്നവർ മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു 100 രൂപ കിട്ടിയെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവരുടെ കയ്യിൽ പണം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ബന്ധം ഉണ്ടാക്കാൻ നോമ്പ് നമുക്ക് പ്രേരണയാകുന്നില്ലെങ്കിൽ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്?